അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മളൊരു ലാപ്ടോപ്പാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സമയമൊന്നും കളയാണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. ലെറ്റ്സ് റോൾ ഗൈസ്. അപ്പോൾ ഇത് HP14S ആണ്. ഞാനിപ്പോൾ ഇത് ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ബില്യൺ സെയിലിനാണ് വാങ്ങിയത്. ഇപ്പോൾ റീസെൻ്റ്ലി ലോഞ്ച് ആയുള്ളൂ, 3 മാസം മുന്നേ ലോഞ്ച് ആയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 40,000 റുപ്പീസാണ്. ആക്ച്വൽ പ്രൈസ് അല്ല, ഇപ്പോൾ ഓഫറിന് കിട്ടിയ പ്രൈസാണ്. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് 45,000 ആണ് MRP. അപ്പോൾ സെയിൽ ആയതുകൊണ്ട് കുറച്ച് ഡിസ്കൗണ്ട്സ് ഒക്കെ കിട്ടി. സമയമൊന്നും കളയാൻ നമുക്ക് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്യാൻ പോകുന്നു. പെട്ടിയുടെ അകത്ത് വേറെ പെട്ടി. ഇതിൽ നമ്മൾ ഇന്റൽ ഇൻസൈഡിൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്, മൈക്രോസോഫ്റ്റിൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ഓഫീസും മൈക്രോസോഫ്റ്റ് ഓഫീസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്കിതിനകത്തൊരു അഡാപ്റ്റർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അഡാപ്റ്റർ, ചാർജിങ് കേബിൾ. ഇത് കൂടാണ്ട് ഇതാണ് നമ്മുടെ ലാപ്ടോപ്പ്. അപ്പോൾ നമ്മൾ പലരും ഈ ലാപ്ടോപ്പൊക്കെ ഓൺലൈൻ വാങ്ങുമ്പോൾ പേടിയുണ്ടാവും, നമുക്ക് ലാപ്ടോപ്പ് കിട്ടുമ്പോൾ എന്തെങ്കിലും ഡാമേജ് ഒക്കെ പറ്റുമോ, ഇതൊക്കെ ഷിപ്പ് ചെയ്ത് വരുന്നതല്ലേ. അപ്പോൾ ഇത് ആക്ച്വലി ഒരു സേഫ് കേസിംഗ് ഒക്കെ ആക്കിയിട്ടാണ് ഇവർ പാക്ക് ചെയ്ത് നമുക്ക് അയക്കുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല സേഫാണ് ഇതിൽ. നമുക്കിത് തുറന്ന് നോക്കാം. നമ്മുടെ അപ്പോൾ നമ്മൾ ഇത് ബോക്സിൽ പുറത്തെടുത്തിട്ടുണ്ട്. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, 1.5 കിലോ ഉള്ളൂ. വലിയ ഹെവി ആയിട്ടൊന്നും തോന്നുന്നില്ല. നല്ല കോമ്പാക്റ്റ് ആയി നിങ്ങൾക്ക് ക്യാരി ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ്. ഇതൊന്ന് ഞാൻ ഓവർവ്യൂ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ നമുക്ക് നമ്മുടെ ചാർജിങ് പോയിന്റ് ആണ്, നമ്മൾ HDMI പോയിന്റ് ആണ്. ഇത് 2 USB യൂസ് ചെയ്യാൻ പറ്റിയ പോയിന്റ് ആണ്. ഇത് C ടൈപ്പ് കേബിൾ യൂസ് ചെയ്യാം. ഇത് നമ്മുടെ ഓഡിയോ 3.5mm ഹെഡ്ഫോൺ ജാക്കാണ്. പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്കൊരു SD കാർഡിൻ്റെ സ്ലോട്ട് ഉണ്ട്. ബാക്ക് സൈഡിലേക്ക് പോകുമ്പോൾ രണ്ട് റബ്ബർ അറ്റാച്ച്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എയർ ഫ്ലോന് വേണ്ടിയിട്ടാണ്. ഇവിടെയാണ് ഇതിൻ്റെ എയർ ഫ്ലോ ഉണ്ടാവുക. അപ്പോൾ ചൂട് എയറൊക്കെ പുറത്ത് പോകാനുള്ള ഒരു സ്പേസ് ബാക്ക് അടിയിലാണ് കൊടുത്തിട്ടില്ല. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് 2 റബ്ബർ പീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ എക്സ്റ്റീരിയർ വിശേഷം. നമുക്ക് ഇതിൻ്റെ കീബോർഡൊക്കെ നോക്കാം. നമുക്ക് ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യാം. ഇവിടെ കീബോർഡും ഇതും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പേപ്പർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലാപ്ടോപ്പ്. അത്യാവശ്യം നല്ല ലുക്കും നല്ല കോമ്പാക്റ്റും ആയിട്ടുള്ളൊരു ലാപ്ടോപ്പാണ്. HD വെബ്കാം ആണ് കൊടുത്തിട്ടുള്ളത്. 720pയുടെ റെസൊല്യൂഷനാണ്. ഓക്കെ, നമുക്ക് ഇവിടെ മൈക്രോസോഫ്റ്റിൻ്റെ ബാഡ്ജിങ് ഉണ്ട്. ഇന്റൽ ഐ-കോർ, ഇത് i3 പ്രോസസ്സറാണ്. പ്ലസ് ഈ ലാപ്ടോപ്പ് 8GB ആണ്, DDR4 ആണ് റാം. 8GB റാമും പിന്നെ 256GBയുടെ ഇൻറ്റർണൽ സ്റ്റോറേജും ആണുള്ളത്. പിന്നെ എൻ്റെ സ്ക്രീൻ എന്ന് പറയുമ്പോൾ 14 ഇഞ്ചിൻ്റെ സ്ക്രീനാണ്. ഓക്കെ, നമുക്ക് ഈ ലാപ്ടോപ്പ് ഓൺ ചെയ്യാം, ബൂട്ട് ചെയ്ത് നോക്കാം എത്ര സമയം എടുക്കുന്നുണ്ട് ഓൺ ചെയ്യാൻ വേണ്ടി. ബൂട്ട് ചെയ്യാൻ പോവാണ്. നമ്മളിപ്പോൾ ഇത് ചാർജിങ്ങിന് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ബട്ടൺ പ്രസ് ചെയ്താൽ മതി. ഗൈസ്, നമ്മുടെ ലാപ്ടോപ്പ് ബൂട്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ബൂട്ട് ചെയ്യാനാകെ 10 സെക്കൻഡ് എടുത്തിട്ടുള്ളൂ. പക്ഷേ കുറച്ച് സെറ്റിങ്സ് ഒക്കെ ഉണ്ട് ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ വൈഫൈ കണക്ട് ചെയ്യാനും പിന്നെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നത് അതുപോലത്തെ കുറച്ച് സെറ്റിങ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ബൂട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര കുറഞ്ഞൊരു ബൂട്ടിംഗ് ടൈമാണ് ഈ ലാപ്ടോപ്പിന് വേണ്ടതെന്ന് പറയാതിരിക്കാൻ വയ്യ. അതുകൂടാണ്ട് ഇതൊരു ഓഫീസ് അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് ലാപ്ടോപ്പാണ്. ബേസിക്കലി ഗെയിമിംഗ് ലാപ്ടോപ്പ് അല്ല. അപ്പോൾ ഗെയിമേഴ്സ് ഈ ലാപ്ടോപ്പ് ഒരിക്കലും വാങ്ങരുത്. നിങ്ങളിപ്പോൾ ഒരു നോർമൽ ഓഫീസ് പർപ്പസ് അല്ലെങ്കിൽ ഒരു നോർമൽ വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ ഈ ലാപ്ടോപ്പ് പെർഫെക്റ്റ് ആണ്. പക്ഷേ നിങ്ങളൊരു ഗെയിമിംഗ് അല്ലെങ്കിൽ ഹാർഡ് കോഡ് വീഡിയോ എഡിറ്റർ ആണെങ്കിൽ ഈ ലാപ്ടോപ്പ് ഒരു അപ്രോപ്രിയേറ്റ് ലാപ്ടോപ്പ് ആണെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ആൻഡ് ഇതിൻ്റെ ബാറ്ററി ലൈഫ് എന്ന് പറയുന്നത് കമ്പനി പറയുന്നത് 9 hours ആണ്. എന്നാലും 9 hours അല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 6 hours എങ്കിലും ബാക്കപ്പ് കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ ഞാനത് യൂസ് ചെയ്ത ശേഷം ഇതിൻ്റെ റിവ്യൂസ് ഇടുന്നതായിരിക്കും. ഗൈസ്, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് അൺബോക്സിങ് ആൻഡ് റിവ്യൂ എന്ന് പറയുന്നത്. അതായത് യൂസ് ചെയ്ത ശേഷം ഇതിൻ്റെ റിവ്യൂസ് കംപ്ലീറ്റ് ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. അപ്പോൾ അല്ലെങ്കിൽ